മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടവാണ് വന്നിട്ട് കേക്കട് നബിയെ ബദരീങ്ങളെ വിഷയം നമുക്ക് ചൊല്ലുറവുണ്ട്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും അഫ്ളലുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ ചൊമ്മ ശ്രേഷ്ഠമായ കിടാറ് ബദരീങ്ങ ചൊന്നേര് കണ്ടെങ്കിൽ നബിമാർ കഴിഞ്ഞങ്ങള് ചൊമ്മ പവറുള്ളോ സ്വഹാബിമാർ കയറ്റിക്കട അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബദരീങ് കയറ്റിക്കട. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലും നിങ്ങൾക്ക് ഒരു വിഷയം തൊണ്ട നബിയെ ഞങ്ങ കോടാനക്കോടി മലായിക്കത്തുണ്ട്. മലായിക്കത്തിന്റെ കണക്ക് റബ്ബറല്ലാണ്ട് വേറെ ഗൊന്തില്ലാണ്ട് അത്ര മലായിക്കത്തൊൽക്കറാമുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരുടെ കേട്ടെങ്കില് അണ്ട് ആ ബദർ യുദ്ധത്തില് സഹായിക്കുമെന്ന് എനിക്കത്തെ ആ മലക്കുമാറായിട്ട് ശ്രേഷ്ഠമായ എങ്ങാട്ട് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുകൊണ്ടിരിക്കുക. അപ്പൊ ബദരീങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ ആലോചനാക്കി നോക്കാം. ഒരു നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മക്ക വിജയത്തെ ഓരോ ഗംഭീരമായിട്ടുള്ള ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അലിയാർ തങ്ങളെ വിളിക്കണ്, അതേപോലെ മറുത് തങ്ങളെ വിളിക്കണ്. വിളിച്ചോണ്ട് ഇതാ ഇന്നാലിന്റെ തോട്ടത്തിൽ നിങ്ങൾ പോകണം. ആ തോട്ടത്തിൽ ഒരു പെണ്ണിങ് ഇങ്ങനെ നടന്നു പോയോണ്ടുണ്ടോ ആ പെണ്ണിങ്ങനെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്, അത് പിടിച്ചു പറഞ്ഞോണ്ട് അങ്ങനെ അലി റളിയല്ലാഹു അൻഹു മറുത് റളിയല്ലാഹു അൻഹു പോണ്ട. അങ്ങനെ നബി തന്നെ ചൊല്ല തോട്ടത്തിൽ എത്തിയിട്ടാകുമ്പോ ആ തോട്ടത്തിൽ ഒരു ഉമ്മ ഇങ്ങനെ നടന്നു പോയോണ്ടുണ്ട്. ആ പെണ്ണിങ്ങളെ മുട്ട പോയിട്ട് അലി റളിയല്ലാഹു അൻഹു ചൊല്ലു നിങ്ങളെ കയ്യിലുള്ള ആ ഒരു ലെറ്റർ ഉണ്ടല്ലേ അത് തറുണ്ട്. ആ ഉമ്മക്ക് കിടന്ന ലെറ്റർ ഏത് ലെറ്റർ നക്കൊന്നില്ലല്ലേ അങ്ങനത്തെ ഒരു ലെറ്റർ. അപ്പൊ അലിയാർത്തങ്ങ ചൊന്ന ആള് സ്വാദിഖുൽ മസ്തൂഖ് നബി മുത്തു നബിയായിട്ട് ഒരു കളവും ചൊല്ലാത്ത ആളായിട്ട് അതുകൊണ്ട് മര്യാദയിൽ നിന്റെ കയ്യിലുള്ള ആ ലെറ്റർ തരണോണ്ട്. ആ ഉമ്മ പിന്നെയും ഉണ്ടോ ചൊല്ലില്ല. അപ്പൊ അലിയാർത്തങ്ങ ചൊല്ലു നീ ഇപ്പൊ തന്നില്ലാണ്ട് കണ്ടെങ്കില് നിന്റെ തടി ഇടീന്നങ്ങ് ചക്കാക്കിട്ട് ആ ഒരു ലെറ്റർ എടുത്തോളാണ്. അപ്പൊ ആ പെണ്ണിങ്ങ പേടിച്ചിട്ട് തലയുടെ മുടിയുടെ ഇടയിൽ ഒരു ലെറ്റർ വെച്ചിട്ട് അതെടുത്തിട്ട് അലിയാർത്തങ്ങയിൽ കൊടുക്കുള്ളൂ. അങ്ങനെ ആ ലെറ്റർ പിടിച്ചിട്ട് അലിയാർത്തങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സുകൾ വന്നു. അതിലെന്തിനാ ആ ലെറ്ററിൽ എഴുതിയ വിഷയത്തിനെന്നെങ്കിൽ ഈ മക്ക വിജയം എന്നെങ്കിൽ നബിയും സ്വഹാബത്തും മക്കത്തിൽ പോയിട്ട് ആ മക്ക വിജയിക്കണെനിക്കത്ത് അത് സംബന്ധമായിട്ടുള്ള ഒരു വിഷയമായിട്ട് കിടത്തുള്ള എഴുതിയിട്ട് ഇങ്ങനെ ഒന്ന് ജാഗ്രത ആക്കണം ചൊല്ലുണ്ട്. ആ ലെറ്റർ എഴുതിയ ആളാണ് ചെന്നെങ്കിൽ അതേ സദസ്സുള്ള ഒരു സ്വഹാബിയായിട്ട് ആ സദസ്സിൽ നബിത്തങ്ങളുടെ സദസ്സിലെ ഒരു സ്വഹാബിയായിട്ട് ആ ലെറ്റർ എഴുതിയത്. കാരണം അതൊരു വലിയ തപ്പാണ്. കാരണം അങ്ങനെ ഒരു രഹസ്യത്തെ ഇത്ര ശത്രുമാർക്ക് എത്തുമാറ്റം വലിയൊരു തപ്പായിരിക്കും. അപ്പൊ നബിത്തങ്ങ ആ സ്വഹാബിയിൽ അല്ല എന്തിനെ ഇത് ഇങ്ങനെ എന്തോ കാരണം ഇതൊരു വലിയ തപ്പ് നീ ಗೊತ್ತಿಲ್ಲ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എച്ചിന്റെ ചൊല്ലു നബിയെ നക്ക് നിങ്ങൾ സമ്മതം തരണോ ദഅനി യാ റസൂലല്ലാഹ് നക്ക് നിങ്ങൾ സമ്മതം തരണോ അനുമതി തരണോ നാണ് ആ സ്വഹാബിയുടെ തലമാറുപാട്ടാൻ. കാരണം അത്ര വലിയ തപ്പായിട്ട് അയാളാക്കിയത് ആ സ്വഹാബിയുടെ തലമാറുപാട്ടാൻ ചൊന്നിട്ട് ഉമർ തന്നെ അർസത്തിനെ ചോദിച്ചു. അപ്പോഴായിട്ട് മുത്തനബി ഉമരെ സബറാക്കി ആ സ്വഹാബി ബദറിൽപ്പെട്ട ആളായിട്ട് ബദരീങ്ങളിൽപ്പെട്ട ആളായിട്ട് ബദരീങ്ങളെ സംബന്ധിച്ചിട്ട് മുത്തേ അള്ളാഹു ചൊല്ലുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആക്കോറോ നിങ്ങൾ എല്ലാം പഠിച്ചു പുറത്തു നിന്നരാണ്ട് ഇടിക്കടെ. അതുകൊണ്ട് അത് ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായിട്ട് മുണ്ടിരണ്ടാണ്ട് മഹാനായിട്ടുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളെ പവർ എത്രയായിട്ടുള്ളൂ. ഈ ഉദാഹരണം ഇപ്പൊ ഈ ഉഹുദ് പോയിട്ട് കണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഈ ഒരു വർഷത്തില് സാധാരണ 10 15 വട്ട ബദറിന് പോകും പഠിച്ചോ തൗഫീഖ് തന്നു കബൂലാക്കട്ടെ. അപ്പൊ ഉഹുദിൽ ഒരു ചെറിയ സംഭവം നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് സ്വഹാബത്തുൽ കിറാമുക ബദരീങ്ങളിൽപ്പെട്ട കൊറിയ സ്വഹാബിമാർ ബണ്ട വന്നിട്ട് നമുക്ക് ദയിക്കും ജാഗയില്ല ആ ഒരു ജാഗ സദസ്സ് ദയിക്കൂല പ്ലേസിൽ അങ്ങനെ നിന്നിട്ടില്ല. അങ്ങനെ നിക്കുമ്പോയിട്ടിക്കടെ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായിട്ട് വണ്ട് ആ നിന്റെ ആത്മാർ ആറ് ബദരീങ്ങളായിട്ടിക്കടെ. അതുകൊണ്ട് തഫസ്സഹു ഫിൽ മജാലിസ് ഖുർആൻ ആയത്തിട്ടിക്കടെ അൻക്ക് മജ്ലിസിൽ ജാഗ കൊടുക്കറോ അങ്ങനെ മുന്നോട്ട് നിക്കണേ ആത്മാർ അങ്ങനെ ബദരീങ്ങളായിട്ടിക്കടെ പരിശുദ്ധമായ ഖുർആനായിട്ടിക്കടെ ബദരീങ്ങളെ വിഷയത്തിൽ ഇറങ്ങട്. അപ്പൊ ബദരീങ്ങളെ പവർ ചൊന്നെങ്കിൽ ചെറിയതൊന്നുമല്ല. ആ ബദരീങ്ങളെ ചരിത്രത്തിലുള്ള ടൈമിൽ പക്ഷെ ആ മഹത്വം
അർത്ഥാക്കി വെക്കൊണ്ടേക്കുക. ബദരീങ്ങൾ നല്ല പിറുസ വെക്കുക. ബദരീങ്ങൾ പിറുസ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ നിങ്ങളുടെ ഈമാൻ സലാമത്തും നിങ്ങളുടെ കാവലും എല്ലാത്തിനും അത് മയ്യാവുന്നുണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ് എന്റെ അസർക്ക് മജ്‌ലിസ് നോക്കി എനിക്ക് വലിയ ഖുഷിയായി. കാരണം എത്രയോ ബാലക്കാർ മക്കൾ എല്ലാവരും ആ ഒരു ഈ മജ്‌ലിസിൽ വന്ന് എത്തിയതാ. സാധാരണ ഇപ്പത്തെ മജ്‌ലിസുകൾ എന്തെങ്കിലും കുറേ വയസ്സായ ആത്മാർ മാത്രമായിട്ട് ഒരു മജ്‌ലിസിൽ കാണും. ഇതിന്റെ അസർ എന്നൊക്കെ നോക്കുമ്പോ മക്കളും ബാലക്കാർ എല്ലാം ഒട്ടട്ടായിട്ട് ഇതേപോലെ നോമ്പ് തുറക്കുമല്ല അവർ ആ ഒരു ഒക്കട്ട് മാഷാ വലിയ സന്തോഷമായിട്ടിക്കട് അതായിട്ടിക്കട് വേണായത്. അതും ബദരീങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ഐക്യത്തെയും ആ ഒരു ബദരീങ്ങളുള്ള പെരുസപ്പാട് പഠിച്ചറപ്പ തയ്യാമത്ത് നാളെ തോലെ നിലനിർത്തി തരുമാറാകട്ടെ. അതെല്ലാം അതൊക്കെ സഹകരിച്ചങ്ങ ഉള്ളാറ എല്ലാവർക്കും പഠിച്ചോണ്ട് വലിയ ഹൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു ചൊരിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബദറിലെ ചരിത്രം ചൊല്ലാം അല്ലാഹു എല്ലാം പഠിക്കൂ. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.